എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്ത ബറോസ് എന്ന 3D ചിത്രം ഇന്ന് രണ്ടാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് തിയേറ്ററുകളിൽ. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ബറോസ് എന്ന 3D ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ കൃത്യമായ ഫൈനൽ ട്രാക്കഡ് കളക്ഷനാണ്. കളക്ഷൻ അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഏറ്റവും പുതിയ ലാലേട്ടൻ അപ്ഡേറ്റ്സുകൾ ഉടൻ തന്നെ അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. ബറോസിന്റെ ആദ്യ ദിവസം ഇന്നലെ മാത്രം ബുക്ക് മൈ ഷോയിലൂടെ വിറ്റുപോയത് ഏകദേശം 69,000 പരം ടിക്കറ്റുകളാണ്. ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ കേരള ട്രാക്കിംഗ് കളക്ഷനിലേക്ക് പോകുമ്പോൾ ഇന്നലെ മാത്രം ബറോസ് ട്രാക്ക് ചെയ്തിരിക്കുന്നത് കേരളത്തിൽ 902 ഷോകളാണ്. ഏകദേശം ഓഡിയൻസായി എത്തിയത് 1,48,000 പരം ആൾക്കാരും. ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ ട്രാക്ക് ചെയ്ത 902 ഷോകളിൽ ആവറേജ് തിയേറ്റർ ഒക്യുപ്പൻസി 58%, 13 ഹൗസ്ഫുൾ ഷോകളും 125 ഓൾമോസ്റ്റ് ഫിൽ ഷോകളും ബറോസ് ഇന്നലെ ട്രാക്ക് ചെയ്തിരുന്നു. ട്രാക്കിംഗ് വെബ്സൈറ്റുകൾ പുറത്തുവിടുന്ന ആദ്യ ദിവസത്തെ ട്രാക്കിംഗ് കേരള കളക്ഷൻ എന്ന് പറയുന്നത് ബറോസിന്റെ 2,73 ലക്ഷം രൂപയാണ്. അതായത് ബറോസ് എന്ന 3D ചിത്രം ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് 3,25 ലക്ഷം ആ ഒരു റേഞ്ചിലുള്ള ഒരു കളക്ഷൻ ആയിരിക്കും സ്വന്തമാക്കാൻ പോകുന്നത്. അധികം ഹൈപ്പോ അധികം പ്രൊമോഷനോ ഒന്നും ഇല്ലാതെ ലാലേട്ടൻ പുറത്തിറക്കിയ ബറോസിന് മികച്ചൊരു തുടക്കമാണ് കേരള ബോക്സ് ഓഫീസിൽ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. ബറോസിന്റെ രണ്ടാം ദിവസമായ ഇന്നും ചിത്രത്തിന് ഒരു മികച്ച ബുക്കിംഗിലേക്ക് പോയി കഴിഞ്ഞാൽ ചിത്രത്തിന് ഇന്നും നല്ല രീതിയിലുള്ള കളക്ഷൻ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് വരാൻ സാധിക്കും. കുട്ടികൾക്കും കുടുംബ പ്രേക്ഷകർക്കും പൂർണ്ണമായും സംതൃപ്തി നൽകുന്ന ഒരു ലാലേട്ടൻ ചിത്രം എന്ന രീതിയിൽ തന്നെയാണ് ചിത്രത്തിന്റെ റെസ്പോൺസ് പോയിക്കൊണ്ടിരിക്കുന്നത്. വരുന്ന അവധി ദിവസങ്ങളിലേക്ക് കുടുംബ പ്രേക്ഷകർ ചിത്രം കാണാൻ എത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആരൊക്കെയാണ് ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്തിരിക്കുന്ന ബറോസ് എന്ന സിനിമ ഇന്നലെ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായം കൂടി രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഉറപ്പിക്കുകയാണ്. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.